ഇനി ഇപ്പറഞ്ഞ ആയത്തുകൾ സംബന്ധിച്ച് ആർക്കെങ്കിലും വല്ല തർക്കവുമുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ അമാനി മൗലവിയുടെയും ഉമർ മൗലവിയുടെയും പരിഭാഷകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി രേഖപ്പെടുത്തുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം, അള്ളാഹു തോന്നിപ്പിച്ചിരിക്കാം, പിൽക്കാലത്ത് ചില മുജാഹിദുകൾ വരും ഇപ്പറഞ്ഞതൊന്നും അങ്ങനെയല്ല, ഇതിന്റെ ഉദ്ദേശം അങ്ങനെയല്ല, അത് വിവാഹ ബന്ധം വിജയകരമാകാൻ വേണ്ടി പറഞ്ഞ ഒരു മാർഗമായിരിക്കാം എന്നൊക്കെ. അദ്ദേഹത്തിന്റെ വാചകം ഞാൻ വായിക്കാൻ വിശദീകരിക്കുന്നില്ല. ഭൗതിക താൽപര്യങ്ങളുടെ ആഘാതം നിമിത്തം ചില ആധുനിക ചിന്താഗതിക്കാർ ഈ നിരോധനത്തെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ ആദർശപ്പൊരുത്തമില്ലാത്ത പക്ഷം അവരുടെ വിവാഹബന്ധം വിജയകരമാവുകയില്ലെന്നും അതാണ് അവർ നരകത്തിലേക്കും അള്ളാഹു സ്വർഗത്തിലേക്കും ക്ഷണിക്കുന്നുവെന്ന് പറഞ്ഞതിന്റെ സാരമെന്നുമൊക്കെ പറഞ്ഞ് ഈ നിയമത്തിന്റെ കാർക്കശ്യം ഒന്ന് ലഘുവാക്കി കാണിക്കുവാൻ ശ്രമിക്കുന്നത് കാണാം. അപ്പൊ എന്താണ്? ഭൗതിക താൽപര്യക്കാർ, ചില ആധുനിക ചിന്താഗതിക്കാർ എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വിവാഹബന്ധം വിജയകരമാകണം എന്നത് ഇസ്ലാം താൽപര്യപ്പെടുന്ന അത്യാവശ്യമായ ഒരു സംഗതി തന്നെയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വാചകം എന്താ? സത്യവിശ്വാസത്തിലുള്ള ഐക്യവും അനൈക്യവുമാണ് അതിൽ പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ആയത്ത് പരിഗണിച്ചത് കല്യാണം നടക്കുമ്പോ എന്തുണ്ടാകണം? സത്യവിശ്വാസത്തിലുള്ള ഐക്യമുണ്ടാകണം, അനൈക്യവും. അതായത് അതാണ് പരിഗണിച്ചത്. അനൈക്യമുണ്ടെങ്കിൽ പാടില്ല, ഐക്യമുണ്ടെങ്കിൽ പറ്റും. അതായത് തൗഹീദ് ഉണ്ടെങ്കിൽ പറ്റും, തൗഹീദല്ല ശിർക്കാണെങ്കിൽ വിവാഹം പാടില്ല. കേവലം വല്ല ആദർശത്തിന്റെയും ഐക്യത്തെക്കാൾ ഉപരിയാണ് മതത്തിലും വിശ്വാസത്തിലുമുള്ള യോജിപ്പ്. കണ്ടോ? മതത്തിലും പിന്നെ വിശ്വാസത്തിൽ നിന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൗഹീദിൽ യോജിപ്പുള്ളവരായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാർ. ശിർക്കിലാണെങ്കിൽ ഒന്ന് തീർക്കുന്നു, തൗഹീദുമാണെങ്കിൽ യോജിപ്പില്ല, ഐക്യമില്ല, പറ്റുകയില്ല എന്ന് കട്ടായമായി അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സൂറത്തുൽ ഹുജറാത്തിലെ 10-11 ആയത്തുകൾ, അവിടെ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറാണ്. ആ കരാറിൽ മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണമെന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ മക്ക ഫത്ഹിന് ശേഷം തൗഹീദ് സ്വീകരിച്ച മുസ്ലിങ്ങളായ ആളുകൾ ഓടിവന്നു, അവരെ മക്കയിലേക്ക് തിരിച്ചയച്ചു കരാറിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ചില സ്ത്രീകൾ വന്നു, അവരെ നബി മടക്കി അയച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരാറിലെ നിബന്ധന പുരുഷന്മാരുമായി ബന്ധപ്പെട്ടതാണ്, സ്ത്രീകളെ സംബന്ധിച്ചല്ല. അള്ളാഹു ആയത്തിറക്കി, അവരെ നിങ്ങൾ പരിശോധിക്കണം, പരീക്ഷിക്കണം, മുസ്ലിങ്ങളാണോ എന്ന് നോക്കണം. അവർ മുസ്ലിങ്ങളാണെന്ന് പരീക്ഷിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവരെ നിങ്ങളെ അവരിലേക്ക് മടക്കിയേക്കാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു പറയാൻ, ലാ ഹുന്ന ഹില്ലുൻ ലഹും വലാ ഹും യഹില്ലൂന ലഹുന്ന. തൗഹീദുള്ള വിശ്വാസികളായ സ്ത്രീകൾ ശിർക്ക് ചെയ്യുന്ന പുരുഷന്മാരായ അവർക്ക് അനുവദനീയമല്ല. അതുപോലെ തന്നെ വലാഹും യഹില്ലൂന ലഹുന്ന, ശിർക്ക് ചെയ്യുന്ന അവരിലെ പുരുഷന്മാർ തൗഹീദുള്ള മുസ്ലിങ്ങളായ ഹിജ്റ ചെയ്തു വരുന്ന ആ സ്ത്രീകൾക്കും പറ്റിയവരല്ല. അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത മഹർ അങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കോളൂ, അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാങ്ങിക്കോളൂ, ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്തോളൂ. ഈ കാര്യങ്ങളൊക്കെ ഈ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ അമാനി മൗലവി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, പരീക്ഷണത്തിൽ നിന്ന് അവർ യഥാർത്ഥ വിശ്വാസികളാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അവരെ പിന്നെ അവിശ്വാസികളായ ഭർത്താക്കളുടെയോ നാട്ടുകാരുടെയോ അടുക്കലേക്ക് മടക്കിയേക്കുവാൻ പാടില്ല. ഇരുകൂട്ടരും വിശ്വാസത്തിൽ പരസ്പര വിരുദ്ധരായതുകൊണ്ട് ഇനി അവർക്ക് യോജിച്ചു പോകുവാൻ നിവൃത്തിയില്ല. കണ്ടോ? ഒന്ന് തൗഹീദുള്ള മുസ്ലിം പെണ്ണുങ്ങൾ, മറ്റത് ശിർക്കുള്ള പുരുഷന്മാർ. ഇവർ വിശ്വാസപരമായി വിരുദ്ധരായതുകൊണ്ട് ഇനി യോജിച്ചു പോകാൻ കഴിയില്ല. അതുവരെ കല്യാണത്തിലായിരുന്നു, എന്നാൽ വിശ്വാസം രണ്ടും മാറി. അതുകൊണ്ട് പണ്ടങ്ങനെ ആയിരുന്നല്ലോ, ഇപ്പോഴും അങ്ങനെ പോയിക്കോട്ടെ എന്നല്ല, വേർപിരിയണം. അതുകൊണ്ട് ഈ തൗഹീദ് സ്വീകരിച്ച സ്ത്രീകളെ നിങ്ങൾ ഇനി മുശ്രിക്കുകൾക്ക് വിട്ടുകൊടുക്കരുത് എന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. സത്യവിശ്വാസം സ്വീകരിച്ച സ്ത്രീകളും അവിശ്വാസികളായ പുരുഷന്മാരും തമ്മിൽ വിവാഹബന്ധം പാടില്ല. കണ്ടോ? പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. ഇവിടെ അവിശ്വാസികളായ പുരുഷന്മാരെന്നാ പറയുന്നത്. ഇനി അതുമ പിടിച്ചിട്ട് കാഫിര്യങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്, മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞതല്ല എന്ന് വിചാരിക്കേണ്ട. കാരണം ഈ ആയത്തിന്റെ പശ്ചാത്തലം അമാലി മൗലവി എഴുതിയ മറ്റ് ഭാഗങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഇത് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. ഹുദൈബിയ സന്ധി തൗഹീദുള്ള മുസ്ലിങ്ങളും ശിർക്ക് ചെയ്യുന്ന മക്കയിലെ അറബികളുമായി ഉണ്ടാക്കിയ കരാറാണ്. ആ കരാറിനെ സംബന്ധിച്ചാണ് പറയുന്നത്. കാഫിർ എന്ന് പറയുന്നതിൽ മുശ്രിക്കും ഉൾപ്പെടും എന്നുള്ളത് ആർക്കും തർക്കമില്ല. അപ്പൊ അവിടെ അവിശ്വാസികൾ എന്നാണ് പറഞ്ഞതെങ്കിലും മുശ്രിക്കുകളുമായി നടത്തിയ കരാറും അതിനനുസരിച്ചുണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അവിശ്വാസികൾ എന്നതുകൊണ്ട് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് ശിർക്ക് ചെയ്യുന്ന ആളുകളുമായി ഉണ്ടായ ഈ പ്രശ്നമാണ്. അതുകൊണ്ട് സ്ത്രീ മുസ്ലിമായി തീരുകയും പുരുഷൻ അവിശ്വാസത്തിൽ നിലകൊള്ളുകയുമാണെങ്കിൽ അവർ തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടും. അപ്പൊ നേരത്തെ രണ്ടാളും ശിർക്കിലെന്ന് വിചാരിക്കുക, അല്ലെ രണ്ടാളും കുഫറിലായിരുന്നു. എന്നിട്ട് ഒരാൾ മുസ്ലിമായി, സ്ത്രീ മുസ്ലിമായി, പുരുഷൻ ഇസ്ലാമിലേക്ക് വന്നില്ല എങ്കിൽ അതോടുകൂടി വിവാഹബന്ധം അവസാനിച്ചു. അഞ്ചാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് നേരെ തിരിച്ചാണ്. പുരുഷൻ തൗഹീദുള്ളവനാവുകയും പെണ്ണ് അവിശ്വാസത്തിൽ ശിർക്കിൽ തുടരുകയും ചെയ്താൽ അതോടുകൂടി വിവാഹബന്ധം വേർപെടും, തുടരാനാവില്ല, ദുർബലപ്പെട്ടു പോകും.